ദിസ് ഇസ് മീ ജുവൽ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പറയാൻ വന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃതജ്ഞതയെ പറ്റിയാണ്. അതെങ്ങനെയാണ് എൻ്റെ ലൈഫിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷം ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് കുറച്ച് തോട്ട്സ് എൻ്റെ കണ്ണിൽ ഉടക്കുകയുണ്ടായി. അങ്ങനെ ഞാനിങ്ങനെയാണെങ്കിൽ വായിച്ച് എന്ന് എത്തിയത് ഒരു യൂട്യൂബറിൻ്റെ അടുത്തേക്കായിരുന്നു. ആ യൂട്യൂബറിൻ്റെ പേരാണ് ഫൈസി ഡ്രീമേഷ എന്ന് പറഞ്ഞാൽ. അതിനകത്തിൽ അനേകായിരം പുസ്തകങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ നോക്കി വന്ന സമയത്ത് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു പുസ്തകം കാണുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ ഒരു കോട്ട്സും തോട്ട്സും ഒക്കെ ഇങ്ങനെ വായിച്ച് വന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്താണോ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതിന് ആദ്യം നമ്മളുടെ മനസ്സിനെയാണ് പാകപ്പെടുത്തേണ്ടത്. നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന എന്താണോ അതാണ് ശരിക്കും നമ്മളുടെ ലൈഫിലേക്ക് വരുന്നത് എന്നാണ് അതിനകത്തിൽ എഴുതിയിരുന്നത്. ഇങ്ങനെയല്ല, അതിനകത്തിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിരുന്നു. ഞാനത് ഒരു സമറൈസ് ചെയ്താണ് നിങ്ങളോട് പറയുന്നത്. നമ്മളുടെ ലൈഫിൽ ഒരുപാട് ഇൻസിഡൻറ്റും നല്ല കാര്യങ്ങളും ബ്ലെസ്സിങ്ങും എല്ലാം ലഭിക്കുന്നത് നമ്മളുടെ മനസ്സ് നമ്മളെ എന്ത് ചിന്തിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ വരും. നമ്മൾ ചീത്ത കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അത് തന്നെ വരും. ഇത് ഞാൻ നിങ്ങളോട് 100% ഗ്യാരണ്ടി ആയിട്ട് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത കാരണമാണ്. ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ഫുള്ള് നെഗറ്റീവ് ഒരു എനർജി ആയിരുന്നു. എന്തോ തൊട്ടാലും എന്താ പറയുക, നമ്മളുടെ മൈൻഡ് ഒരു കാമല്ല, ഭയങ്കര ഡിസ്റ്റർബ്, ടെൻഷൻ, ആകെപ്പാടെ ദേഷ്യം, ഇറിറ്റേഷൻ എല്ലാം കൂടി വന്ന് കയറി മനുഷ്യനത് തലയാണപ്പോഴത്തേക്ക് അങ്ങനെ ഒരു മൊമെൻറ്റ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വരുന്ന സമയത്തായിരുന്നു ഈ സംഭവം എനിക്ക് കിട്ടിയത്. അങ്ങനെ ഇതിൽ നിന്ന് മാറി ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ലൈഫ് മാറിയത് അടിപൊളിയായിട്ടാണ്. അത് നമ്മൾ ഫീൽ ചെയ്താൽ പറഞ്ഞാൽ എന്താ പറയുക പറ്റൂ. നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അനുഭവിക്കണമല്ല, പക്ഷെ അത് ഫീല് അടിപൊളിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എല്ലാത്തിനും നന്ദി പറയാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ആഗ്രഹിച്ചത് ഓരോന്നോരെ നമ്മൾ ആഗ്രഹിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പേന വേണം, പെൻസിൽ വേണം, ചീപ്പ് വേണം, ലൈക്ക് അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയല്ലേ. അതൊക്കെ നമുക്ക് കിട്ടുമ്പോഴും ഞാൻ ഇങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. വാട്ട് എ മിറാക്കിൾ അല്ലേ. ഇത് കേൾക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതാണ് ഇതെന്തൊരു അത്ഭുതമായിരിക്കും, ഇങ്ങനെ ചെറിയൊരു കാര്യത്തിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് നടന്ന കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് പറയുന്നത്. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കും, നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾ സംഭവിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് നേരി കാണാൻ സാധിക്കും. ഇതെനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇതൊക്കെ പറയാൻ സാധിച്ചത്. നമ്മളുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ തന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ. ഇങ്ങനെ നേരെ നിൽക്കാൻ പറ്റാത്ത, കഴുത്തൊടിഞ്ഞതും കൈ ആകെ ഇങ്ങനെ ഇരിക്കുന്നതും അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ സ്ഥാനത്ത് ദൈവം നമ്മളിങ്ങനെ ഇത്രയും എത്തിച്ചില്ലേ, ഇങ്ങനെ പറയാൻ നന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസാനം ദൈവം എനിക്ക് തന്നില്ലേ. ഇതൊക്കെ തന്നത് എനിക്ക് എന്താ ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നില്ല. അപ്പം എനിക്ക് ഇതിനോട് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളുടെ ജീവിതത്തിലെ മൈന്യൂട്ടായ കാര്യങ്ങളിലും നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ്, സർപ്രൈസ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഈ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞു വരുന്ന സംഭവങ്ങളല്ല. ദൈവം നമുക്ക് പല കഴിവും നമുക്ക് തരും. ഇപ്പം എന്താ പറയുക, ഒരാളോട് പോസിറ്റീവായിട്ട് സംസാരിക്കാനാണെങ്കിലും ചിലപ്പോൾ പാട്ട് പാടാൻ പറ്റാത്തതായിരിക്കും, പക്ഷെ നമുക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ദൈവം തരും. ദൈവം ബ്ലെസ്സിങ് നമുക്ക് അയച്ചു തരും. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ ഇത് എൻ്റെ ഒരു അനുഭവമാണ്. സ്മൈൽ ആൻഡ് ബി